അത് ശരി. നിങ്ങളെല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം വേറെ തന്നെ ഒരു വേൾഡിലായി പോയില്ലേ. എല്ലാവരും ഓർക്കും നമ്മുടെ പണ്ടത്തെ കോളേജിലെ ആ ലൈഫും നമ്മൾ ഒരുമിച്ച് പുറത്തു പോയതും സിനിമയ്ക്ക് പോയതും എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഒന്നാമത് ആരുടെയും നമ്പറും ഇല്ല. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ഓരോന്നല്ലേ. എനിക്ക് പറഞ്ഞു തരാൻ കഥകളൊന്നും ഇല്ലടോ. പണ്ടത്തെ പോലെ എന്നും ചിരിച്ചും കളിച്ചും നടക്കാനൊന്നും പറ്റില്ലല്ലോ കല്യാണം കഴിഞ്ഞാല്. വേറെ തന്നെ ജീവിതമല്ലേ. അതിനെന്താടാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ പിന്നെ ഞാൻ വരാം, എല്ലാവരും കാണുകയും ചെയ്യാലോ. ആ എന്നാ ഒരു കാര്യം ചെയ്യ്, എപ്പോഴാണെന്ന് വെച്ചാലേ പറഞ്ഞാ മതി. ആ വിളിച്ചോ. ആ നിങ്ങൾ ഇറങ്ങണേന്റെ കുറച്ച് നേരം മുമ്പ് വിളിക്കണേ. ആ ആ ശരി 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 കുറെ ആയിക്കോട്ടെ. നേരമായാലും ഫോണില് ആരോടെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്നാ ശരി കേട്ടോ. എന്റെ ഫ്രണ്ടാ ശാലിനി, ഞാൻ പറഞ്ഞിരുന്നില്ലേ കണ്ടൂന്ന്. ശാലിനിയ? എപ്പ കണ്ടുന്ന്? അപ്പൊ നീ പല ആൾക്കാരെയും ഞാൻ അറിയാണ്ട് കാണാൻ പോക്കുണ്ടോ? തുടങ്ങി ഭ്രാന്ത്. എന്താടി നിന്ന് പിറുപിറുക്കുന്നത്? ഞാൻ ചോദിച്ചെന്താ, നിന്റെ ചെവി കയറിയില്ലേ? ഏതവനാടി വിളിക്കുന്നത്? ഓ, ഒരുത്തനെ കൊണ്ട് തന്നെ ജീവിതം മടുത്തിരിക്കുക, പിന്നെയാണ് വേറൊരുത്തൻ. ഇത് വേറെ ആരും അല്ല, എന്റെ ഫ്രണ്ട് തന്നെയാ. ഞായറാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ എനിക്ക് പനിയായിട്ട്, അവിടെ നിന്ന് കണ്ടതാ. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾ മറന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഏതെങ്കിലും ഫ്രണ്ട്സിനെ എവിടുന്നേലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സംസാരിച്ച് പിരിഞ്ഞോളണം. നീ എന്തിനാ നമ്പർ കൊടുക്കാനും വിളിക്കാനൊക്കെ നിന്നത്? എന്താ സ്വന്തം ഹസ്ബൻഡ് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാ? എന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതാ, നിനക്ക് ഒരു ഫ്രണ്ട്സും വേണ്ട, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ട്, ഞാൻ മാത്രം മതിയെന്ന്. എന്നിട്ട് പതുക്കെ പതുക്കെ എല്ലാ ഫ്രണ്ട്സും നിന്ന് എന്നെ ഒഴിവാക്കി. എന്റെ വീട്ടിലേക്ക് വരേക്ക് പോകാൻ വിടില്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയോടും അച്ഛനോടൊക്കെ എന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും കാലം നിങ്ങൾ ഈ ഭ്രാന്തിനൊക്കെ ഞാൻ കൂട്ടുനിന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണുന്നത്. എന്തെങ്കിലും ഒന്ന് മിണ്ടാനും പറയാൻ എനിക്കും വേണ്ട ആരെങ്കിലും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ നമ്പർ കൊടുത്തത്. ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവര് ഒരുമിച്ച് ഗ്യാദർ ചെയ്യലും എല്ലായിടത്തും ഒരുമിച്ച് പോക്കും ഒക്കെ ഉണ്ട്. ഞാൻ മാത്രമാണ് എല്ലാത്തിനും ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഒരുമാതിരി അന്യഗ്രഹ ജീവിയെ പോലെ ജീവിക്കുന്നത്. ഇന്ന് എല്ലാവരും കൂടി ഇവിടെ കോഴിക്കോട് വരുന്നുണ്ട്. അപ്പൊ ഞാനും കൂടി വരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചതാ. ഞാൻ പറഞ്ഞു വരാന്ന്. പോകും? എന്നോട് ചോദിക്കാണ്ട് നീ പോവും? അങ്ങനെയാണ് നീ പോകുന്നത് കാണണല്ലോ എനിക്ക്. ഇത് വേറൊന്നല്ല, നീ നിന്റെ ഫ്രണ്ട്സിനെ എല്ലാരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുക അല്ലേ? എന്നിട്ട് വേണം അവിടെ ചെന്നിട്ട് എന്നെ കുറിച്ചുള്ള ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് സൗകര്യം കിട്ടുമ്പോ ഏതെങ്കിലും ഒരു തെണ്ടീന്റെ കൂടെ ഒളിച്ചോടി പോകാൻ അല്ലേ? നീ വിളിക്കേ, എന്നിട്ട് നിന്റെ അവളോട് പറ നിന്റെ മറ്റവനെയും കൊണ്ട് അവിടെ വന്ന് നിൽക്കാൻ. എന്നിട്ടേ ഞാൻ കൊണ്ടാവും നിന്നെ അങ്ങോട്ട് അവൻ്റെ അടുത്തേക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ടിനെ കൈയോടെ പൊക്കാലോ. അതിനു മുമ്പ് ഇതിന്റെ ചൂടെന്താന്നും കൂടെ നീ അറിഞ്ഞോ? നീ അകത്തേക്ക് വാടി. ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്. നീ കാരണം എനിക്ക് എൻ്റെ പേര് അവരെ മുന്നിൽ കളയാൻ പറ്റില്ല. ശ്രുതി, ഒരു ചെറുനാരങ്ങ തരുമോ? ചേച്ചി നോക്കട്ടെ, എൻ്റെ എടുത്തുതരാം. എന്താ അവളെ മുഖം അടിയിരിക്കുന്നത്? തലവേദന ഉണ്ടോ അവക്ക്? ഏയ്, അവക്ക് തലവേദനയൊന്നുമില്ല ചേച്ചി. ഈ മട്ടലൊക്കെ ഇങ്ങനെ ഇവിടെ കുറേ ദിവസമായിട്ട് കിടക്കല്ലേ. 24 മണിക്കൂറൊക്കെ ഫോൺ ചെയ്യൽ തന്നെയാ പരിപാടി. ഞാൻ അവളോട് പറഞ്ഞ ഇതൊക്കെ ഒന്ന് ഇവിടെ പെറുക്കിയിട്ടിട്ട് കത്തിക്കാൻ. അപ്പൊ അതിന്റെ ദേഷ്യ കണ്ടത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ചേച്ചിയായിട്ടേ അവളോട് ചോദിക്കാനും പറയാനും നിൽക്കണ്ട. ആളാരാന്ന് എനിക്കറിയാം. ഞാനും ഞാൻ അവളോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് അടിയായി, പ്രശ്നമായി, പാത്രങ്ങളെടുത്ത് വലിച്ചെറിയലായി. ഇടയ്ക്കിടയ്ക്ക് ചേച്ചീനെ കേട്ടിട്ടുണ്ടാവില്ലേ ഇവിടുന്ന് വരുന്ന പാത്രങ്ങളുടെ സൗണ്ട്? അതൊക്കെ അവള് ചെയ്യുന്നതാ. പക്ഷെ എന്താ ചെയ്യുക, ഞാനായത് കാരണം ഇങ്ങനെ സഹിച്ചു നിൽക്കുക. അയ്യോ, വേറെ വല്ലതും ആയിരിക്കണം അവളവളെ വീട്ടിൽ കൊണ്ട് വിട്ടാനെ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ അങ്ങോട്ട് ഇറക്കി വിട്ടാനെ. ഞാനിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്, ആ കൂടെ സമാധാനം സന്തോഷമുണ്ട്. നാട്ടുകാർ അറിഞ്ഞിട്ട് നാണക്കേടല്ലേ ചേച്ചി? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നമുക്കൊരു വിലയും നിലയില്ലേ? അത് കളഞ്ഞിട്ടിങ്ങനെ ഇവിടെ ജീവിക്കും. എന്നാ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവൾ ഇങ്ങനെയാന്ന്.
അവളെന്നെ എത്ര വേദനിപ്പിച്ചാലും എനിക്ക് അവളെ സ്നേഹിക്കാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ആത്മാർത്ഥതയും സ്നേഹം കണ്ടിട്ട് അവൾ മാറാനേ മാറട്ടെ. കേട്ടോ, എനിക്കിപ്പോൾ എന്ത് ചെയ്യാനാ പറ്റുക? എന്നാ ശരി, ഞാൻ പോട്ടെ. ഇനി നാരികൊന്നും അവർക്ക് വേണ്ട. നിന്റെ അവിഹിതത്തിന്റെ കഥ കേട്ടപ്പോഴേ നിന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. അവിഹിതത്തിന്റെ കഥയോ? നിങ്ങൾ അവരോട് എന്താ പറഞ്ഞേ? നാട്ടുകാർ 4 പേര് അറിഞ്ഞി നിന്റെ സ്വഭാവ ഗുണങ്ങള്. ഇനി നമുക്ക് രണ്ടാം കൂടെ അവിടെ ചെന്നിട്ടേ നിന്റെ ജാരനെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നം മനുഷ്യ? ഇവിടെ എന്നെ ഇങ്ങനെ നരകിപ്പിക്കുന്നത് പോരെ? നാട്ടുകാരുടെ മുമ്പിലും കൂടി നാണൊക്കെ എടുത്തണോ? നിർത്തടി. നിന്റെ ശബ്ദം ഈ വീട്ടിൽ പൊങ്ങി പോരുത്. നീ എന്താ പറഞ്ഞ്? നിന്നെ ഞാൻ ഇവിടെ കിടത്തി നരകിപ്പിക്കാതെ. നിനക്ക് ശരിക്കുള്ള നരക എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ നരകിപ്പിക്കും. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു? നിനക്ക് കണ്ട നാട്ടുകാരെ കൂടെ ഇവിടുന്ന് ഓണിഞ്ഞി പോണല്ലേ? ഇവിടെ ആരും നിന്നെ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ നിന്നെ ഇവിടുന്ന് എപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല. നീ ഇവിടെ ഇരുന്ന് നരയിക്കും. ഇനി നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാല് ഇതായിരിക്കില്ല എന്റെ സ്വഭാവം. പറഞ്ഞില്ല. നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലായിരുന്നു. എന്നാലും ആരോട് പറയാണ്ട് നീ എന്തിനാ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നത്? അറ്റ്ലീസ്റ്റ് നിന്റെ വീട്ടുകാരോടെങ്കിലും വിളിച്ച് പറഞ്ഞൂടായിരുന്നോ? ആരും വിശ്വസിക്കുന്നില്ലടോ. ഒരുപാട് തവണ പറഞ്ഞു നോക്കി. എന്നെ സ്നേഹിച്ചു കൊല്ലുന്ന പോലെയാ എന്റെ വീട്ടുകാർ മുമ്പിൽ അഭിനയിക്കുന്നു. അവര് പറയുന്നത് എനിക്കാ പ്രശ്നം. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എടോ, ഏതെങ്കിലും ഒരുത്തൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ അവൻ ചെയ്യുന്ന ടോർച്ചറിങ് ഒക്കെ ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ വിദ്യാഭ്യാസം കൊടുക്കും. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാല് എങ്ങനെ നേരിടണമെന്നെ കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല. അതാരും പറഞ്ഞും കൊടുക്കില്ല. അതാണ് പ്രശ്നം. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു. എടാ, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ഭർത്താവേ അല്ല അവൻ. ഹീസ് എ നാർസിസിസ്റ്റ്. നാർസിസിസ്റ്റോ? അതേടോ, ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും തന്റെ പാർട്ട്ണറെ സ്നേഹിക്കില്ല. അയാൾ അയാളെ മാത്രമേ സ്നേഹിക്കൂ. അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും. നിന്നെ എത്രത്തോളം അടിച്ചമർത്താൻ പറ്റുമോ അത്രത്തോളം അടിച്ചമർത്തും. മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ നിന്നെ കുറിച്ച് പറഞ്ഞു നടക്കും. അവനേക്കാളും നീ ഉയരണമെന്ന് തോന്നിയാല് ഏത് വിധേനയും നിന്നെ തല്ലി താഴെയിടും. അതാണ് അയാൾ ചെയ്യുക. ഇനിയും അവൻ ബ്രൂട്ടൽ ആകാനാണ് സാധ്യതയുള്ളത്. ഒരുപാട് തവണ നിന്നെ ഫിസിക്കലി ടോർച്ചറിങ് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, ആരോടും മിങ്കിള് ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ അടുത്തും അവൻ നിന്നെ അകറ്റിയില്ലേ? അവൻ ഇഷ്ടംപോലെ തെറ്റുകൾ ചെയ്യും. എന്നിട്ട് നിന്നെ കൺവിൻസ് ചെയ്യും നീയാണ് തെറ്റുകാരി, അവൻ വളരെ പെർഫെക്റ്റ് ആണെന്ന്. എന്നിട്ട് എല്ലാ കുറ്റങ്ങളും നിന്റെ തലയിലേക്ക് ഇട്ടുവരും. അവസാനം നീയും വിചാരിക്കും നിനക്ക് എന്തൊക്കെയോ കുറവുണ്ട്, നീ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നീ അതെല്ലാം കൂടെ ആക്സെപ്റ്റ് ചെയ്യും. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആദ്യമൊക്കെ മാനസികമായിട്ട് തകർത്താനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ചിരിച്ചും കളിച്ചും സംസാരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും സ്വഭാവം മാറും. പിന്നെ പിന്നെ ദേഹോപദ്രവം തുടങ്ങി. മൂപ്പർക്ക് എന്നെ വേദനിപ്പിച്ചില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്ന പോലെ. നാട്ടുകാരുടെ മുമ്പിലൊക്കെ മാഞ്ഞ് വീട്ടിൽ വന്നാലൊരു ചെകുത്താന്റെ സ്വഭാവമാണ് കാണിക്കുക.
ഈ വീട് നരവാക്കി മാറ്റാൻ വേണ്ടി നടക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ലടോ ഞാൻ എങ്ങനെ ഇന്ന് രക്ഷപ്പെടുന്നു. ആരും പറഞ്ഞ വിശ്വസിക്കുന്നില്ല, ആരും എൻ്റെ കൂടെ ഇല്ല. അന്നിപ്പോ എനിക്ക് നിന്റെ നമ്പർ കിട്ടിയതുകൊണ്ട് ഇപ്പൊ നിന്നെ വിളിക്കാൻ പറ്റും. ഇവിടെ ഒരാളും എന്നെ വിശ്വസിക്കും. എല്ലാ റൂമിലും ഞാനിപ്പോ ഒരു ചീത്ത സ്ത്രീയാ. എന്റെ വീട്ടുകാർക്കും പറഞ്ഞ് മനസ്സിലാകും. ഇതൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കും, അതും എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണെന്നറിയോ ചെയ്യാ, ആദ്യം തന്നെ അവന്റെ പാർട്ട്ണറെ കോൺഫിഡൻസ് മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കും. ഇനി നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, നീ ഒന്നും അല്ല, നിനക്ക് ഒരു കഴിവില്ല എന്നുള്ള ചിന്ത ഞങ്ങൾ ഉണ്ടാക്കും. പിന്നെ നമ്മള് ഒന്നും ചെയ്യില്ലല്ലോ, ജോലിക്കും ശ്രമിക്കില്ല, പുറത്തേക്കും ഇറങ്ങില്ല, ആരോടും മിണ്ടാനും പേടി, ആ ഒരു ലെവലിലേക്ക് ആക്കും അവര് നമ്മളെ. അവൻ ശരിക്കും നിന്നെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, സ്നേഹം നടിച്ച് നിന്നെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. നിന്നെ വെറും ഒരു അടിമയാക്കി വെക്കുക, അവനെ തട്ടിക്കളിക്കാനുള്ള പാവ. എടാ ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ മൂപ്പരെ കൗൺസിലിംഗ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നന്നായിട്ട് സ്നേഹിച്ച് ഞാനൊന്ന് താഴ്ന്നു കൊടുത്താല് റെഡിയാകും. ഇല്ല ശ്രുതി, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവൻ മാറണമെങ്കിൽ അവൻ തന്നെ ചിന്തിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്, ഞാൻ മാറണം. അല്ലാത്തടത്തോളം നമുക്ക് അവനെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അവന്റെ വീക്ക്നെസ് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും വലിയൊരു മാസ്ക് ഇട്ട് അവൻ നടക്കുന്നത്. ഞാൻ എന്തോ വലിയ പെർഫെക്റ്റ് ആണ്, ഒരുപാട് മാന്യനാണ്. നമ്മൾ പറഞ്ഞ ആൾക്കാരും വിശ്വസിക്കില്ല. നിനക്ക് അവനെ മാറ്റിയെടുക്കാന്നുള്ള ചിന്തയില്ലേ, അത് വെറും തെറ്റായ ധാരണയാണ്. നിനക്കതിന് കഴിയില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എത്രയും പെട്ടെന്ന് അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക. വെറുതെ എന്തിനാ ഇങ്ങനൊരു ഭ്രാന്തന് വേണ്ടിയിട്ട് നിന്റെ ജീവിതം കളയാൻ നിൽക്കുന്നത്? നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇനി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കുറച്ച് ബോൾഡ് ആവണം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. ഇനി അങ്ങോട്ട് നീ കുറച്ച് ശ്രദ്ധിച്ചോ. എല്ലാ കാര്യങ്ങളും അവനോട് ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. പിന്നെ അവൻ നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാല് അവനോട് എടുത്തു ചാടി കാര്യത്ത് സംസാരിച്ച് ഷൗട്ട് ചെയ്യാൻ നിൽക്കണ്ട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അവൻ കൂടുതൽ വയലന്റ് ആകുകയുള്ളൂ. ഇനി അങ്ങോട്ട് നീ വളരെ ശ്രദ്ധിക്കണം ശ്രുതി. എല്ലാ കാര്യങ്ങളും അവനോട് ഇങ്ങനെ വിളിച്ച് പറയാൻ നിൽക്കരുത്. നിന്റെ കാര്യങ്ങൾ നിന്റെ മനസ്സിലായിരിക്കും. ആദ്യമൊക്കെ മെന്റൽ ടോർച്ചറിങ് ആയിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പൊ ഫിസിക്കൽ ടോർച്ചറിങ്ങിലേക്ക് മാറിയില്ലേ? അവൻ ഇത്രയും വഷളായ സ്ഥിതിക്ക് നീ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ പറ്റും. ആ ഹലോ, ആ ഞാൻ റെഡിയായി, ഇപ്പം ഇറങ്ങും. അല്ല നീ വീട്ടിൽ ചെന്നിട്ട് അമ്മേനോടൊക്കെ പറഞ്ഞോ? ആ ആയിക്കോട്ടെ. പിന്നെ എനിക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല കേട്ടോ, മൂപ്പരിപ്പം എത്തും. ആ എത്തിന്നാ തോന്നി, കട്ട് ചെയ്തോ. ശരി. നീ ഇതെവിടേക്കാ? വല്ല ട്രോളിയൊക്കെ പാക്ക് ചെയ്തു? ഞാനെങ്ങോട്ട് പോവാൻ, ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാന്ന് വിചാരിച്ച. ട്രോളിയിലാകുമ്പോൾ വൃത്തിയായിട്ടിരിക്കുമല്ലോ. കഴിഞ്ഞ ആഴ്ചയെ ഞാൻ ആ സുധാകരേട്ടനെ സഹായിച്ചില്ല, കുറച്ച് പൈസ കൊടുത്തിട്ട്. പുള്ളി എന്നെ ഇന്ന് കണ്ടു. അപ്പൊ എന്നോട് പറയാ, കുറേ പേരെടുത്ത് പൈസ വെച്ച ഒരാളും കൊടുത്തില്ല, ഞാൻ മാത്രമാണ് പുള്ളിയുടെ അത്യാവശ്യ സിറ്റുവേഷനിൽ ഞാൻ സഹായിച്ചത്. നാട്ടിൽ മൊത്തം പറഞ്ഞ് പാട്ടാക്കിയിട്ട് അപ്പൊ നമുക്കൊരു വില എന്താന്ന് പറയാ, പുറത്തിറങ്ങുമ്പോ ഞാനിപ്പോ ഒരു റോൾ മോഡലാ എല്ലാരെയും മുന്നിൽ. അയാൾ പറയാ, എന്നെ പോലെ ഒരുത്തിന് ഈ ഏരിയയിലേ ഇല്ല. നിനക്കെന്തരി ഞാൻ പറഞ്ഞൊരു വിലയില്ലാത്ത? നിന്നെ ഞാൻ പറഞ്ഞ് കേട്ടില്ല? ഡീ ഇങ്ങോട്ട് വാടി. എന്താ പ്രശ്നം? നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ടു.
നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ബഹുമാനിക്കണമെന്നല്ലേ, നല്ല കാര്യം. അതിനെന്താ? പിന്നെ ഞാനിപ്പോ എന്റെ വീട്ടിലേക്കൊന്ന് പോട്ടോ. രാത്രി തിരിച്ചു വരും. കുറച്ച് ദിവസമായില്ലേ അമ്മ എന്നെ കണ്ടിട്ട്. അപ്പൊ എന്നെ കാണണം. വീട്ടിലേക്കോ? അതെന്തിന്? ഓ, അതിന് വേണ്ടിട്ടല്ലേ നീ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നീ അങ്ങോട്ട് പോകാൻ പോവാണോ? പിന്നെ പോകാണ്ട് എന്റെ അമ്മയ്ക്ക് സുഖമില്ലേ, അതുകൊണ്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് നീ അച്ഛനും അമ്മയൊന്നും വേണ്ടെന്നാണോ? ഒന്ന് പോയി കണ്ടിട്ട് വരാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടുകാരായിട്ട് ഒരു ബന്ധവും വെക്കരുതെന്ന്? ഇതിപ്പോ എന്താ അമ്മേനെ കാണാനൊരു തോന്നല്? അമ്മയ്ക്ക് പനിയാന്ന് ഇവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞു? അത് അവിടെ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്തോ നിന്നെ? അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞു വയ്യാന്ന്. നിന്റെ അമ്മ വിളിച്ചപ്പോ നീ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്ത്? ഈ വീട്ടിലില്ലാത്ത കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്താണോ അല്ലേ? ഇനിയിപ്പോ നീ അങ്ങോട്ട് എഴുന്നള്ളാൻ പോവാ, അവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ചെന്നിട്ട്? നീ ഈ വീട്ടിൽ നിന്ന് എവിടേക്ക് പോകില്ല, ഇവിടെ നിൽക്കും. നിങ്ങൾ എന്തിനാ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? നിങ്ങളെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരതാൻ എനിക്ക് പറ്റുമോ? ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തെ? എന്നാലും പോണ്ട. നിനക്ക് വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? എനിക്ക് നിങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഇല്ലേ? അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ വേണം. എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് വലിയ മതിപ്പല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആരടി പേടിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് നിന്റെ കുടുംബക്കാരെ പേടിയാന്ന്. വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കരുത്. നീ ഇവിടുന്ന് പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട, അത്ര തന്നെ. അതിന് നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്കറിയാം നിങ്ങൾ ആരെയും പേടിക്കില്ല എന്ന്. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എപ്പോഴും ഇങ്ങനെ കീരിയും പാമ്പുമായി നടന്നാൽ എങ്ങനെയാ? എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കാന്ന്. കുറച്ചു ദിവസം എന്നെ കാണാണ്ട് നിൽക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം കൂടില്ലേ? അപ്പൊ എന്നെ തിരിച്ചു വിളിക്ക്, ഞാൻ വരാം. അല്ലാണ്ട് എന്തിനും എന്നെ കത്തിക്കയറിയാലോ എങ്ങനെയാ? ഇപ്പോഴല്ലേ എനിക്ക് നിന്റെ സ്ട്രാറ്റജി മനസ്സിലായത്. അപ്പൊ എന്നെ ഇവിടെ ഒഴിവാക്കിയിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോയിട്ട് സൂക്ഷിച്ച് ജീവിക്കാനല്ലേ? അത് നടക്കും. നീ നിന്റെ ഈ പെട്ടിയായിട്ട് പോന്നൊന്ന് ഞാൻ കാണട്ടെ. നീ പോടി, നീ വാ, കാണട്ടെ. ഞാൻ ഇറങ്ങ്, ആ വാതിൽ കടന്ന് പോന്ന് ഞാനൊന്ന് കാണട്ടെ. നീ പോടി, നീ പോന്നൊന്ന് എനിക്ക് കാണണം. ഇതിപ്പോ പോണ്ടേ? ഏട്ടാ, ഞാൻ സ്ഥിരതാമസാക്കാൻ പോകുന്നില്ല, ഞാൻ തിരിച്ചു വരും. ആ, എന്നാ പിന്നെ നീ പോണ്ട കാര്യം എന്താ? ഇവിടെ നിന്നാ പോലെ. അമ്മയ്ക്ക് വയ്യാത്തോണ്ടൊക്കെ കണ്ടിട്ട് വരാം. എന്നാ പിന്നെ പോണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്നാ പോലെ നിനക്ക്. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ, ഞാൻ കണ്ടിട്ട് വരാം. അതിനിപ്പോ എന്താണ്? ഞാനില്ലേ ഇവിടെ, നീ എന്തിനാ അങ്ങോട്ട് പോവാൻ നിൽക്കുന്നത്? എനിക്ക് ഇവിടെ വരെ പോണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ വേഗം വരാന്ന് പറഞ്ഞില്ലേ? എന്തിനാ പോന്നേ? അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ ഇവിടെ നിന്നാ മതി, ഇങ്ങോട്ടൊന്നും പോ. വേദനിപ്പിക്കാൻ എനിക്ക് നിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദിവസം നിന്നിട്ട് വരാം. ഇങ്ങനെ എങ്ങനെ എന്നെ വിട്ടിട്ട് എനിക്കെങ്ങനെ എന്നെ വിട്ടിട്ട് പോവാൻ പറ്റുക? നീ ഇല്ലാണ്ട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുക. നീ വന്ന് ചിന്തിച്ചോക്കെ എന്റെ സൈഡ്. നീ എനിക്ക് നീ ഇവിടെ വേണം, എനിക്ക് നിൽക്കാൻ പറ്റൂല. നീ പറയുന്ന കേക്ക്. വീട് വീട് ഞാൻ പോകുന്നില്ല. പോരെ, എന്താണ് ഞാൻ എവിടെയും പോകുന്നില്ല. ഇങ്ങനെ ഇവിടെ നീ എപ്പോഴും കേട്ടോ, നീ എപ്പോഴും ഇവിടെ തന്നെ വേണം. ഒരാളുടെ കൂടെ പോവാനും പാടില്ല, ആരും കളയും. നമുക്ക് നമ്മൾ മാത്രം പോരെ. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ഭാര്യ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, മേലെ റൂമിൽ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എന്നുള്ള സ്നേഹം എനിക്ക് ആഘോഷിക്കണം. മോളിൽ നിന്ന് എടുത്തിട്ട് വാ. നമുക്ക് ഈ സമയം ഒന്ന് ആഘോഷിച്ചിരിക്കാം. ചെല്ലേ, പോയി എടുത്തിട്ട് വാടി. അതാണ്, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഭാര്യ എപ്പോഴും. ചെല്ലേ ചെല്ലേട്ടോ. ഏട്ടൻ പോയി റൂമിൽ എടുത്ത് ഞാൻ കൊണ്ടുവരാം. ചെല്ല് ചെല്ല് ഏട്ടൻ പോയിക്കും, ഞാൻ എടുത്തിട്ട് വരാം. പെട്ടെന്ന് വാട്ടോ. ഡേ, എന്താണ് നീ ചെയ്തത്? ഡോർ തുറക്കടി. നീ അവിടെ കിടക്കടാ.
ഓരോ 5 മിനിറ്റ് നീ നിന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് പന്ത് ഇടാൻ ഞാൻ നിന്ന് തരണം. എടീ, തുറക്കടി ഡോറ്. നീ തുറക്കാൻ. നീ കളിക്കാൻ നീന്റെ കൈ കിട്ടിയാണല്ലോ ഞാൻ. എടീ തുറക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഒന്ന് അടങ്ങടാ. നിന്റെ മാനസിക രോഗത്തിന് ചികിത്സിക്കാൻ വന്നതല്ല ഞാൻ. ഇത്രയും കാലം നീ എന്നെ വിട്ടിട്ടേ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചതല്ലേ. അതിന് പകരവും പലിശയും കൂട്ടുപലിശയായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തരണ്ട നിനക്ക്. നീ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഇവിടെ പോലീസ് എത്തും. ബാക്കിയുള്ള നിന്റെ അസുഖമൊക്കെ കുറച്ചു കാലം അഴിയണുമ്പോ മാറിക്കോടും. അല്ലാണ്ടേ ഇതിന് വേറെ ട്രീറ്റ്മെന്റിന്റെ മരുന്നിന്റെ ഒന്നും ഒരാവശ്യമില്ല. എടീ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ പോവലടി, എന്നെ വിശ്വസിക്കേ. എടീ, നീ പോവല്ലേ? ഞാൻ പോകാണ്ട് പിന്നെ ഇവിടെ നിൽക്കാനോ? എടാ, നിന്നെ പോലുള്ള ഭ്രാന്തന്മാരായ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് കളയാനുള്ളതല്ല എന്നെ പോലുള്ള സ്ത്രീകളുടെ ജീവിതം.